വേഴ്സ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഴ്സ് ടൈം, ബൈബിൾ വേഴ്സ് ടൈം. ഇപ്പോൾ ഞാനൊരു മലയാളം വാക്യം വായിക്കാം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. സങ്കീർത്തനങ്ങൾ 69:1. സങ്കീർത്തനം 69 1 വാക്യം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. എത്ര നല്ല വാക്യമാണിത്. വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. കർത്താവെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം. ദാവീദിന് ഒത്തിരി പോരാട്ടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മധ്യേ ജീവിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ദാവീദിൻ്റെ പുസ്തകം മൊത്തം 1 മുതൽ 109 സങ്കീർത്തനങ്ങൾ ചാപ്റ്റേഴ്സ് വായിക്കുവാണെങ്കിൽ ദാവീദിൻ്റെ എല്ലാ കർത്താവിനോട് എങ്ങനെ സ്നേഹിതനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പറയാനുള്ളത്, ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം. ശത്രുക്കളുടെ പ്രതികാരത്തിന് അരിഷ്ടൻ്റെ നിലവിളി. ഇതൊരു അരിഷ്ടൻ്റെ നിലവിളിയാണ്. അരിഷ്ടൻ്റെ ഒന്നിനും യോഗ്യതയില്ലാത്ത എന്നെ, ഞാൻ അരിഷ്ടതയായിട്ടുള്ള പെണ്ണാണ്. അരിഷ്ടതയാണ്. കഷ്ടത നിറഞ്ഞ ലോകത്ത് കഷ്ടത അനുഭവിച്ചു. ഒത്തിരി കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ കടന്നെത്തി. എന്നാൽ എൻ്റെ പ്രാണനോളം എത്തിയിരുന്നു. എന്നാലും കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞില്ല. അവൻ എന്നെ സ്നേഹിച്ചു. യേശു അപ്പച്ചൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നു. യേശു അപ്പച്ചൻ എന്നെ സ്നേഹിച്ചു, പാട്ടുകൾ പഠിപ്പിച്ചു, ബൈബിൾ വായിപ്പിച്ചു, പ്രാർത്ഥിപ്പിച്ചു. യേശു എനിക്ക് ജീവൻ തന്നതായിട്ടുണ്ട്. യേശു അപ്പച്ചൻ എനിക്ക് ജീവൻ തന്നു. ജീവൻ്റെ അവകാശം കർത്താവ് യേശു എനിക്ക് തന്നിരിക്കുന്നു. അതിനെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ തന്ന ആ ജീവനായിട്ട് ജീവന് വേണ്ടി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഇനി ഫ്ലഡ്സ് ആണ് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ദാവീദ് പറയുന്നത്. എൻ്റെ അടുത്ത വാക്യം, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. ആകപ്പാട് മഴയും കാറ്റും ഒക്കെയാണെന്നാണ് പറയുന്നത്. ഞാൻ മഴയത്ത് നിൽക്കുന്നു. മഴയത്ത് മാത്രമല്ല, ഞാൻ താണു പോന്നു. കുഴിയിൽ വിഴുങ്ങുന്നവരെ പോലെ ഞാൻ ഒന്നുമില്ലാതായി തീരുന്നു എന്ന് ദാവീദ് പറയുന്നത്. ഈ അവസ്ഥ എൻ്റെ ജീവിതത്തിലും കടന്നെത്തിയിട്ടുണ്ട്. ഫ്ലഡ്സ് പോലുള്ള ജീവിതം. ഫ്ലഡ്സ് ഇപ്പോൾ വരാൻ പോകുന്ന ഫ്ലഡ്സ് ഒന്നുമല്ല. ആ ഫ്ലഡ്സ് അല്ല, ദൈവ ജീവിതത്തിൽ വന്ന എല്ലാ ചേറ്റിൻ്റെ അവസ്ഥയുടെ മേൽ കർത്താവ് പണിതു. ചേറ്റിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോയി. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയെന്ന വാക്യമുണ്ട്. നമ്മളുടെ മാനം കാത്ത് സൂക്ഷിക്കുന്ന കർത്താവ് യേശുപ്പച്ചൻ നമ്മൾക്ക് മാനത്തോടെ ഇരിപ്പാൻ കൃപ നൽകി തരും. ഒന്നേ ചോദിക്കുന്നത്, പക്ഷെ ദൈവം 10 തരും. നീ 0% ആണെന്ന് മനുഷ്യൻ വിധി എഴുതും. പക്ഷെ ദൈവം പറയുന്നത് നീ 100% ആണ്. വിത്ത് ഗോഡ് ഐ എം ഹീറോ, വിതൗട്ട് ഗോഡ് ഐ എം സീറോ. ദ വേൾഡ് ഈസ് റൗണ്ട്, വി വിൽ മീറ്റ് അഗെയിൻ. ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് പണിയെടുക്കുന്നു. ആഴമുള്ള ചേറ്റിൽ നിന്ന് കയറ്റി പുതിയൊരു പാട്ട് എനിക്ക് തന്നു. പുതിയൊരു പാട്ട് എനിക്ക് തന്നു. എൻ്റെ ജീവിതത്തിലും പുതിയ പാട്ടുകൾ ഞാൻ പാടി. ചേറ്റിൽ വീണ എന്നെ ദൈവം തൂക്കി നിലനിർത്തിയത് കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക കഷ്ടതകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നെത്തി. അവിടെയൊക്കെ കർത്താവ് എന്നെ താങ്ങി നടത്തി പരിപാലിച്ചു. ആ ദൈവസ്നേഹത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര സന്തോഷം! യേശുപ്പച്ചൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ എനിക്ക് എത്ര സന്തോഷമാണ്. യേശുപ്പച്ചൻ്റെ ജീവിതത്തിൽ കടന്നെത്തി എന്നെ പാട്ടുകൾ പഠിപ്പിച്ചതിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു എന്നുള്ള പാട്ടുണ്ട്. ഹാഗാറിനെ പോലെ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ അലഞ്ഞപ്പോൾ. അതാണ് അനുഭവം. ഈ അനുഭവത്തിൽ കൂടി കടന്നുപോയ ദാവീദ് പറയുകയാണ്, കാരണം കൂടാതെ എന്നെ പയക്കുന്നത് എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. വൃഥ ശത്രുക്കൾ എന്നെ സംഹരിക്കുവാൻ ഭാവിക്കുന്ന പെരുകിയിരിക്കുന്നു. ഒത്തിരി പേര് ശത്രുക്കൾ ദാവീദ് കരഞ്ഞുകൊണ്ടിരുന്ന സങ്കീർത്തനമായത്. ദാവീദിൻ്റെ അരിഷ്ടത കണ്ട് അരിഷ്ടൻ്റെ നിലവിളി എന്നാണ് പറയുന്നത്. ശത്രുക്കളോട് പ്രതികാരത്തിനായി അരിഷ്ടൻ്റെ നിലവിളി.
ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് കൈകൊട്ടി ചിരിക്കരുത്. ശത്രുക്കൾ വരുമ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞാണെന്ന് ബൈബിൾ പറയുന്നു. 39 സങ്കീർത്തനം പറയുന്നു, ദുഷ്ടൻ്റെ മുൻപിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിടും. എൻ്റെ ലൈഫിൽ ലൂസ് ടോക്സ് ഉണ്ട്, എന്നാൽ കർത്താവ് എന്നെ അതിലെല്ലാം വിട്ടുവയ്ക്കുന്നു. കർത്താവ് പറയാൻ, ആഴമുള്ള ചേറ്റിലും കുഴിയിലും വിടാതെ വണ്ണം ഞാൻ നിന്നെ കാക്കുമെന്നാണ് പറയുന്നത്. കർത്താവിനെ ദാവീദിനെ സ്നേഹിതനായിരുന്നു യോനാഥാൻ. അതുപോലെ നമുക്കും ഒരു ഫ്രണ്ടെങ്കിലും വേണം. ആ ഫ്രണ്ട് നമ്മളെ ഗൈഡ് ചെയ്യും. കർത്താവ് യേശുവാണ് ആ ഫ്രണ്ട്. ആ ഫ്രണ്ടിനോടെല്ലാം പറയാം, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകി തന്നെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ രാത്രി സമയത്ത് നമ്മൾ വായിക്കാനുള്ള ആ വാക്യം എന്നോട് ഞാൻ പറയാം. സങ്കീർത്തനം 69:1, ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഇപ്പോൾ വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ആമേൻ, ആമേൻ.